ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഓൾഡ് ലെഗിൻസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മോപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ മോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാമല്ലേ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ഓൾഡ് ലെഗിൻസ് എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ലെഗിൻസാണ്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ കാലുകളെ ഇതുപോലെ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മടക്കി ആ ഒരു ഭാഗത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് 2 പീസ് കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 പീസ് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു 2 പീസിലും സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിട്ടും കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടും ഒരുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 വീതിയുള്ളൊരു പീസ് കിട്ടും. ഓക്കെ, കുറച്ച് വീതിയിലുള്ള പീസ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ വീതിയിൽ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മുകളിലേക്ക് എടുക്കാം. പക്ഷേ ഇത് പീസാക്കാൻ പാടില്ല. എൻഡിങ്ങിലിട്ടൊന്ന് ഇവിടെ വെച്ച് നമുക്കൊന്ന് നിർത്തി കൊടുക്കാം കേട്ടോ. ഇത്രയും കട്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് 2 പീസ് ഒരുപാട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടും ഒരുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതാ ഈ ഒരു ഭാഗത്തുള്ള സ്റ്റിച്ചിങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആ ഒരു ലെവൽ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് വെച്ച് മുകളിലേക്ക് ഒരു കട്ടിങ്സും കൂടി കൊടുക്കുക. നമുക്ക് എലാസ്റ്റിക്കുള്ള ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യാം കേട്ടോ. ഒരു സൈഡ് മാത്രം കട്ട് ചെയ്താൽ മതി, 2 സൈഡ് ഒരുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡിൽ വേസ്റ്റായിട്ട് ഒരു ഷേപ്പില്ലാത്തൊരു ഭാഗം ഉണ്ടാവും ഇതുപോലെ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വേസ്റ്റ് ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു 1/2 ഇഞ്ചോ വീതി എടുത്തിട്ട് നമുക്ക് മുകളിൽ വരെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ തുമ്പ് ബാക്കിയിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ സാധാരണ മോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കട്ടിയുള്ള സ്റ്റിക്ക് ഉണ്ടാവുമല്ലേ. അപ്പോൾ ഞാനും ഇവിടെ എൻ്റെ വീട്ടിലെ ഓൾഡ് മോപ്പിൻ്റെ പൊട്ടിപ്പോയൊരു സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയൊരു സൈസ് ആണി വേണം. ഒരു മീഡിയം സൈസ് ആണി മതിയാവും കേട്ടോ, മരത്തിനൊക്കെ അടിക്കുന്ന ഒരു ടൈപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം ഒരു 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, അതിലൊരു പീസ് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ മോപ്പിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിക്കിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണേ. ഓക്കെ, ഇതുപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ നമ്മൾ 2 പീസാണല്ലോ കട്ട് ചെയ്തത്, അതിൽ ഒരു പീസും കൂടി ഇതിന് മുകളിലായിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും കൂടി ചുറ്റിയിട്ട് പിന്നെ എലാസ്റ്റിക്കുള്ള ആ ഒരു പീസും കൂടി നമുക്കിതിന് മുകളിൽ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടി ചുറ്റിയിട്ട് നമുക്ക് ആണി അടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്കിത് ലെങ്ത്ത് കൂടിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗത്തേക്ക് കേട്ടോ. അതുപോലെ ഞാനിവിടെ ഒരു ലെഗിൻസ് എടുത്തതെന്ന് വെച്ച് നിങ്ങൾ ഒരു ലെഗിൻസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3 ഒക്കെ എടുക്കാം. ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞ മോപ്പാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ള മോപ്പാണ് വേണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ലെഗിൻസും കൂടി എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ബനിയൻ ക്ലോത്ത് എന്തെങ്കിലും എടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ടൈറ്റായിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആണി മേടിക്കൊടുക്കാം.
ഒരു 4-5 ആണിയൊക്കെ മേടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈറ്റ് ആയിക്കോളുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ശരിക്കും ഈസി ആയിട്ട് തന്നെ തുടക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല യൂസ്ഫുൾ ആണ്. ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ വീട്ടിലെ മറ്റൊരു ചാനലാണ് അല്ലൂസ് വേൾഡ്. അപ്പോൾ അല്ലൂസ് വേൾഡ് അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കൂടെയുള്ള ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് എല്ലാവരും ക്ലിക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്നും പറയുന്ന പോലെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.